ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു മാസം മുന്നേ നമ്മൾ BSS സർട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. BSS അതിൻ്റെ കീഴിൽ വരുന്ന കോഴ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇതിനൊക്കെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കീഴിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 50 പേരോട് അടുപ്പിച്ചിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു BSS എന്ന ഈ ഒരു കോഴ്സ് എടുത്തിട്ട് ഒരുപാട് പേര് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇത്രയും പേര് മെസ്സേജ് അയച്ചപ്പോഴാണ് എനിക്ക് അത്രയും മനസ്സിലാവുന്നത്. അങ്ങനെ ഇത്രയും ഒരുപാട് പേരുടെ ഈ കഥകൾ കേട്ടതിന് ശേഷം എനിക്കിപ്പോൾ ശരിക്കും നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിക്കും വീഡിയോ ചെയ്യുന്നത് തന്നെ എന്തിനാന്ന് കരുതി കഴിഞ്ഞാൽ, നിലവിൽ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലിയോ റിലേഷനോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ BSSൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ 1 year കഴിഞ്ഞവരായിരിക്കാം, 6 മാസം കഴിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ അഡ്മിഷൻ എടുത്തവരായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ 2 വർഷം 3 വർഷം എല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ PSC എഴുതാനോ എന്തിനേറെ പറയുന്നു, ഇത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ BSS എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് അംഗീകരിച്ച ഈ BSSനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും, ഈ BSSൻ്റെ കീഴിൽ പഠിച്ചിറങ്ങുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും ഒരു താൽക്കാലിക നിയമനത്തിന് പോലും അവർ ജോലിക്ക് എടുക്കുന്നില്ല. അപ്പം പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താ ഇത്ര ഒരുപാട് ചെറുപ്പക്കാരുടെ ലൈഫല്ലേ സ്പോയിലാവുന്നത്? ഇതിനെക്കുറിച്ചിട്ട് ഇന്നേ വരെ ഒരു ഗവൺമെൻറ് ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ കാര്യങ്ങളോ ഇല്ല. ഒരുപാട് പേരുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ഈ BSSൻ്റെ കാര്യത്തിലുള്ള ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ BSSൻ്റെ കീഴിൽ വരുന്ന ഈ കോഴ്സിലെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ BSSൻ്റെ കീഴിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും ഒരു താൽക്കാലിക നിയമനം പോലും കിട്ടില്ല. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലും അംഗീകരിക്കാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ ലൈഫാണ് സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്? കാരണം അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഈ BSS എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഇല്ല. അത് മനസ്സിലാക്കാണ്ടാണ് ഒരുപാട് പേര് അതിൽ പോയി പെടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിലവിൽ ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നുണ്ടോ, നിങ്ങൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. നമ്മുടെ മലപ്പുറത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, മലപ്പുറത്ത് നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് എല്ലാ കോളേജുകളും ഉള്ളത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണ്. ഒന്ന് അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഞാൻ അവിടെയാണ് പഠിച്ചിറങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് അൽഷിഫയെ ഞാൻ ഒന്നായിട്ട് പറയുകയാണ്. പിന്നെ EMS, MES, മൗലാന, ഇതെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. ഇവരുടെ കീഴിൽ വരുന്ന കോളേജുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത്തരം കോളേജുകളിൽ പഠിക്കുക. കൂടെ തന്നെ ഇത്തരം കോളേജുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ തന്നെ പ്രാക്ടിക്കൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം NABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളാണ്. ഇതിൻ്റെ കീഴിൽ ആണ് ഈ കോളേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാക്സിമം പഠിച്ച് സർട്ടിഫിക്കേഷൻ എടുക്കാൻ നോക്കുക. കാരണം ഇതെല്ലാം കുഹാസിൻ്റെയും DMEയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ DME അതുപോലെ തന്നെ കുഹാസ്, ഈ 2 യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് PSC എഴുതാനോ നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനോ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനോ, ഏതെങ്കിലും GCC കൺട്രീസിലേക്ക് പോകാനോ, യൂറോപ്പ് കൺട്രീസിലേക്ക് പോകാനോ, എവിടെ പോകണമെന്നുണ്ടെങ്കിലും ആ രാജ്യത്തുള്ള അവരുടെ നിയമവുമായിട്ട്, അവരുടെ ആ മെഡിക്കൽ ലോസുമായിട്ട് ഒത്തുപോകുന്ന 2 യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൽ ഉള്ളത്, ഒന്ന് കുഹാസും ഒന്ന് DMEയും മാത്രമാണ്. ഈ BSS അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ സംഗതികളുണ്ട്. ഇതൊന്നും ഇത്തരം രാജ്യങ്ങളിലേക്ക് അവർ അനുവദിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച് കൊടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് BSSൻ്റെ കീഴിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് പോലും അത് അംഗീകരിക്കുന്നില്ല. ആ സർട്ടിഫിക്കറ്റ്, അതായത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഓക്കെ പറയും. ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് വരുന്ന ഒരാൾ ജോലിയായിട്ട് വരുമ്പോൾ, ഇല്ല, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾക്ക് ഇത് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ്. ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ആരാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവർ ചോദിക്കാം, ഞങ്ങളുടെ വയറ്റത്തടിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാളായിരിക്കാം ചിലപ്പോൾ ഇത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു വർഷം മിനിമം ഒരു ബാച്ചിന് ചിലപ്പോൾ 30 പേരെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയക്കുന്നുണ്ടാവും അല്ലേ? 30 പേര്. അപ്പോൾ ഒരു വർഷം 30 പേരുടെ ലൈഫാണ് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരാളുടെ ഒരു
എന്താ പറയുക, വയറ്റിപ്പഴപ്പിന് ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിലാണ് നീ നശിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഒരു വർഷം 30 ചെറുപ്പക്കാരുടെ ജീവിതമാണ് നിങ്ങൾ ചീന്തി എറിയുന്നത്, ഒരു BSS എന്നൊരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് നശിപ്പിച്ച് വിടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മാക്സിമം ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇത്തരത്തിൽ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ലൈഫ് ഒരിക്കൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് റോങ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഖേദിക്കേണ്ടി വരും. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് ജസ്റ്റ് ആ കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. ഞാൻ ഇത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ മെസ്സേജ് അയച്ച ഒരുപാട് കുട്ടികൾ അവരൊക്കെ ഇനി ലൈഫിൽ എന്താ ചെയ്യുക? അവർ 2 വർഷം 3 വർഷം ഇതെല്ലാം ലൈഫിലെ 2 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാലാവധിയാണോ? അത് നഷ്ടപ്പെട്ടില്ല അവർക്ക്. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റും കൂടെ ചിന്തിക്കണം. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഞാൻ ആരുടെയും പക്ഷം ചേർന്നിട്ടല്ല പറയുന്നത്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത്തരത്തിൽ തട്ടും പുറത്തും അതുപോലെ തന്നെ തകര ഷീറ്റ് വിരിച്ചിട്ടും ഒരുപാട് സെൻറ്ററുകൾ ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും യാതൊരുവിധ നിലവാരമില്ലാതെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഒന്നുകിൽ ഈ BSS എന്ന് പറയുന്ന ഈ ഒരു സിലബസ് അവർ പഠിപ്പിക്കുന്ന സിലബസിൽ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ നിലവിൽ DME അതുപോലെ തന്നെ കുഹാസ് ഇതെല്ലാം അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു സിലബസ് ഇതിൽ വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ വരുത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ തട്ടുംപുറത്തും അതുപോലെ തന്നെ തകര ഷീറ്റ് വിരിച്ചിട്ടും ഈ നമ്മുടെ പാരലൽ കോളേജൊക്കെ പോലെ ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അത് ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് അവർ നിരസിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ ചെറുപ്പക്കാർ എന്തെങ്കിലും ചെയ്ത് പോട്ടെ, അവർക്ക് ആ കാര്യങ്ങൾ നടന്നാൽ മതി, അവരുടെ ലൈഫ് സ്പോയിൽ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നുമില്ല. ഈ ഒരു ചിന്ത, ഈ ഒരു പ്രവണത ഇത് ഇല്ലാണ്ടാക്കണം. ഇതിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ വരണം. ഇന്നേ വരെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ മീഡിയാസോ അല്ലെങ്കിൽ ന്യൂസോ ഒന്നിനും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇതിന് പിന്നിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇനിയെങ്കിലും ഇത്തരം ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് എടുക്കാൻ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊന്നും എടുത്തിട്ട് ജീവിതം തുലയ്ക്കാണ്ടിരിക്കുക. അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.